നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ഖത്തർ വേൾഡ് കപ്പിൽ ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു പരാജയപ്പെട്ടുകൊണ്ട് പുറത്തായത്. അതിനു പിന്നാലെ അവരുടെ പരിശീലകനായ ടിറ്റ ആ ഒരു തലസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. 5 വർഷക്കാലം ബ്രസീലിനെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വളരെ കുറഞ്ഞ തോൽവികൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ ബ്രസീൽ വഴങ്ങിയിരുന്നത്. മാത്രമല്ല 2019 ആ ഒരു കോപ്പ അമേരിക്ക കിരീടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വേൾഡ് കപ്പിലെ നിരാശാജനകമായ പ്രകടനത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പരിശീലക സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. പക്ഷേ അദ്ദേഹം പോയതിനു ശേഷം അതിനേക്കാൾ മോശമായ, ദയനീയമായ, പരിതാപകരമായ ഒരു പ്രകടനമാണ് ബ്രസീൽ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നേരത്തെ ബ്രസീലിയൻ ലീഗിൽ മികച്ച രൂപത്തിൽ പരിശീലിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചത്. അതിനുശേഷമായിരുന്നു ബ്രസീലിന്റെ ദേശീയ ടീമിന്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റത്. പിന്നീട് ഈ ഒരു ബ്രസീൽ പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയതിനു ശേഷം അദ്ദേഹം ഫ്ലമംഗോയുടെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ തകർപ്പൻ പ്രകടനമാണ് ഫ്ലമംഗോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ബ്രസീലിയൻ ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് ഫ്ലമംഗോ തന്നെയാണ്. 19 മത്സരങ്ങളിൽ നിന്ന് 40 പോയിന്റ് ആയിരുന്നു ഫ്ലമംഗോ സ്വന്തമാക്കിയിട്ടുള്ളത്. അവരാണ് 1-ാം സ്ഥാനത്തുള്ളത്. ബൊട്ടഫോഗോ ആർജെ 2-ാം സ്ഥാനത്തുണ്ട്. പാൽമിറാസ് 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല എല്ലാ കണക്കുകളിലും അദ്ദേഹത്തിന്റെ ടീമായ ഫ്ലമംഗോയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 19 മത്സരങ്ങൾ കളിച്ചപ്പോൾ 12 മത്സരങ്ങളിലും ഫ്ലമംഗോക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 തോൽവികളാണ് വഴങ്ങിയിട്ടുള്ളത്. 3 സമനിലകൾ അവർ വഴങ്ങിയിട്ടുണ്ട്. അവരുടെ ഒരു വിജയ ശതമാനം എന്നുള്ളത് 70.2%. ലീഗിൽ 34 ഗോളുകൾ ആകെ 19 മത്സരങ്ങളിൽ നിന്ന് അവർ ഗോൾ നേടിയിട്ടുണ്ട്. അതിനർത്ഥം ബ്രസീലിയൻ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീം ഇപ്പോൾ ഫ്ലമംഗോയാണ്. 19 ഗോളുകളാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. 50 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ലീഗിൽ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ടീമിൽ 1-ാം സ്ഥാനത്ത് അവരാണ്. അതുപോലെ തന്നെ 8.1 ആ ഒരു ഷോട്ട് വരുന്നത്, ടാർഗറ്റിലേക്കുള്ള ഷോട്ട് വരുന്നത്, അതും ലീഗിൽ 1-ാം സ്ഥാനത്താണ്. സോഫാ സ്കോറിന്റെ റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത് 7.05 ആണ്. ലീഗിൽ 1-ാം സ്ഥാനത്ത് അക്കാര്യത്തിൽ അവർ തന്നെയാണ്. അങ്ങനെ മികച്ച പ്രകടനമാണ് ഫ്ലമംഗോ ഇപ്പോൾ നടത്തുന്നത്. ബ്രസീലിയൻ താരങ്ങളായ പെഡ്രോയും എവേർട്ടണും ഒക്കെ ടിറ്റയ്ക്ക് കീഴിൽ തകർപ്പൻ പ്രകടനം ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ്. ബ്രസീലിയൻ ലീഗിൽ വീണ്ടും ടിറ്റ മാജിക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഈ കണക്കുകൾ ഇപ്പോൾ തെളിയിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.